Unleash your creativity with expert guidance. From stunning mural painting to mastering the art of sketching, learn the timeless art of Arya work. Join now at Vishu's Institute of Creative Designs. Contact us on 9446442055. മഞ്ചേശ്വരത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് ഏപ്രിൽ 2 മുതൽ 28 വരെ നടത്തുന്ന ഭാരതീയ കിസാൻ സംഘ് കേരള കാർഷിക നവോത്ഥാന യാത്രയ്ക്ക് തൃശൂർ ജില്ലയിൽ ഏപ്രിൽ 13, 14, 15 തീയതികളിൽ സ്വീകരണം നൽകുമെന്ന് ഭാരവാഹികൾ ചേലക്കരയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിന്റെ തനതായിട്ടുള്ള കാർഷികമായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് കേരളത്തിൽ സമഗ്രമായിട്ടുള്ളൊരു മാറ്റം ആവശ്യമാണ് എന്നുള്ളത് മുൻനിർത്തിക്കൊണ്ട് ഭാരതീയ കിസാൻ സംഘ് ഒരു സംസ്ഥാനത്തുടനീളം സഞ്ചരിക്കുന്നതായിട്ടുള്ള ഒരു കാർഷിക നവോത്ഥാന യാത്ര എന്ന പേരിൽ മഞ്ചേശ്വരത്ത് നിന്ന് തുടങ്ങി തിരുവനന്തപുരത്ത് അവസാനിക്കുന്നതായിട്ടുള്ള യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ യാത്ര തൃശ്ശൂർ ജില്ലയിൽ ഈ വരുന്ന ഞായറാഴ്ച എത്തുന്നുണ്ട്. ആ എത്തുന്ന യാത്രയ്ക്ക് സ്വീകരണം ഇവിടെ കൊടുക്കുകയും 3 ദിവസം ഞായർ, തിങ്കൾ, ചൊവ്വ 3 ദിവസങ്ങളിലായിട്ട് തൃശ്ശൂർ ജില്ല കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 3 ദിവസങ്ങളിലായിട്ട് നടക്കുന്ന ഈ യാത്രയുടെ പരിപാടികൾ എല്ലാവരും പങ്കുചേരണം എന്നുള്ള ഒരാവശ്യം മുൻനിർത്തി നമ്മളെല്ലാവരെയും സമീപിക്കുന്നുണ്ട്. സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ അനിൽ വൈദ്യമംഗലമാണ് നവോത്ഥാന യാത്ര നയിക്കുന്നത്. ദേശീയ സമിതി അംഗം ഇ നാരായണൻകുട്ടി, സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് രതീഷ് ഗോപാൽ എന്നിവർ യാത്രയ്ക്ക് നേതൃത്വം നൽകും. ഏപ്രിൽ 13 തൃശൂർ ജില്ലാ അതിർത്തിയായ പ്ലാഴിയിൽ വെച്ച് രാവിലെ 9 മണിക്ക് നവോത്ഥാന യാത്രയ്ക്ക് സ്വീകരണം നൽകും. തുടർന്ന് 10 മണി മുതൽ 11 മണി വരെ ചേലക്കരയിൽ പൊതുയോഗം സംഘടിപ്പിക്കും. 11:30 വടക്കാഞ്ചേരി ബ്ലോക്കിലെ ഒട്ടുപാറയിൽ സ്വീകരണം നൽകും. തൃശ്ശൂർ ജില്ലയുടെ സ്വീകരണം വരുന്നത് തൃശ്ശൂർ ജില്ലയുടെ അതിർത്തിയായിട്ടുള്ള പ്ലാഴിയിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ യാത്രയെ സ്വീകരിക്കുന്നത്. അവിടെ ഒരു ചെറിയൊരു ആരതി വീട്ടിൽ സ്വീകരിച്ചുകൊണ്ട് നേരെ നമ്മുടെ പഴയന്നൂർ അമ്പലനടക്കിലൊരു ചെറിയൊരു സ്വീകരണം അവിടെ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ പൊതുപരിപാടിയും അതുപോലെ തന്നെ മറ്റുള്ള പരിപാടികളെല്ലാം ചേലക്കര വെച്ചിട്ടാണ് നടക്കുന്നത്. പഴയന്നൂർ ബ്ലോക്കിൻ്റെ പരിപാടി നടക്കുന്നത് നമ്മുടെ ചേലക്കര ബസ് സ്റ്റാൻഡിലുള്ള കെട്ടിടത്തിൽ വെച്ചിട്ടാണ് നമ്മുടെ പരിപാടി നടക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ അവിടുന്ന് നമ്മൾ ജാഥ ഒരു ചെറിയ സ്വീകരണം അവിടുന്ന് കൊടുത്തുകൊണ്ട് അവിടുന്ന് നേരെ ഒരു 500 മീറ്റർ നടന്നിട്ടാണ് നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്നത്. അത് കഴിഞ്ഞ് നേരെ ഓട്ടുപാറ, അടുത്ത സ്വീകരണ സ്ഥലമായിട്ടുള്ള ഓട്ടുപാറയിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞ് നേരെ കുന്നുംകുളം പോകുന്നു. കുന്നുംകുളം നേരെ ചാവക്കാട് കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ ഗുരുവായൂരാണ് നമ്മുടെ സമാപന പരിപാടി നിശ്ചയിച്ചിട്ടുള്ളത്. അതാണ് 13-ാം തീയതി പരിപാടി. ഇവിടെ അധ്യക്ഷനായിട്ട് നമ്മൾ ഈ ഭാരതീയ കിസാൻ സംഘിൻ്റെ ഇപ്പം നമ്മൾ അധ്യക്ഷനായിട്ട് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത് നമ്മുടെ ഗോപി സാറിനെയാണ്. ഉദ്ഘാടനം നമ്മുടെ അനിൽ വൈദ്യമംഗലം തന്നെയാണ്. വാർത്താ സമ്മേളനത്തിൽ BKS ജില്ലാ സെക്രട്ടറി MG കൃഷ്ണൻകുട്ടി, സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ PS, BKS സ്റ്റേറ്റ് കമ്മിറ്റി അംഗം കല്യാണകൃഷ്ണൻ, ബ്ലോക്ക് പ്രസിഡന്റ് സ്വാമിനാഥൻ, ഗോപിനാഥൻ നായർ എന്നിവർ പങ്കെടുത്തു. ഭാരതീയ കിസാൻ സംഘ് മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ GST, കാർഷികമായിട്ടുള്ള യന്ത്രങ്ങളുടെ GST പരിപൂർണമായിട്ട് ഒഴിവാക്കണം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമായി ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. കൂടാതെ ഇപ്പം ഈ പറഞ്ഞ കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്നതായിട്ടുള്ള പ്രധാനമന്ത്രിയുടെ കിസാൻ സമ്മാൻ നിധി കൊടുക്കുവാനായിട്ടുള്ള തീരുമാനം കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്നതിൻ്റെ പുറകിലെ ചാലകശക്തി ഭാരതീയ കിസാൻ സംഘ് തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെ പുറകിൽ ഞങ്ങൾ അത് വർദ്ധിപ്പിക്കാനായിട്ടുള്ളൊരു ആവശ്യവുമായിട്ട് ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിനോട് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്നു. BCB ന്യൂസ്, ചേലക്കര.